നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതടുത്തുള്ള അവനെ പെട്ടെന്ന് തുറന്നു വിട്. ഞാൻ പോയിട്ട് ഇവൻ ജന്മനാ പൊട്ടനാണോ അതോ പൊട്ടാട്ട് അഭിനയിക്കുവാന്നോ? എന്താ സത്യമേ മാർക്കറ്റില് കുറച്ച് കിഴങ്ങ് വാങ്ങിക്കാൻ, മധുരക്കിഴങ്ങ്. ഞാൻ പറഞ്ഞു വിട്ടതാ, വരാനേ ഇത്തിരി വൈകും. നീ പോയിട്ട് വൈകുന്നേരം വാ. ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, അത് ആശാനെ കൊണ്ടേ നടത്തിത്തരാൻ പറ്റുമോ? അതാ. അതിലും വലിയ അത്യാവശ്യ കാര്യത്തിനാണ് ഞാൻ അവനെ പറഞ്ഞു വിട്ടേക്കുന്നത്. പോയിട്ട് വൈകിട്ട് വാടാ, അപ്പോഴേ അവൻ ഫ്രീ ആവത്തുള്ളൂ. പറഞ്ഞു മനസ്സിലായില്ലേ നിനക്ക്? ഈ കഴിവിനെ ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ? എന്താ നീ പോകുന്നില്ലേ? അല്ല, അവൻ വൈകിട്ടേ വരത്തുള്ളൂ. വെറുതെ നിന്ന് സമയം കളയരുത് കേട്ടോ. ആളില്ലെന്ന് ആ പാർട്ടിയോടൊന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോവാമെന്ന് കരുതിയിട്ടാ. ഇപ്പൊ തന്നെ പോവാം. അപ്പൊ പോട്ടെ. കമലിന്റെ ശബ്ദമില്ല ഇത്. പതുക്കെ പറയടാ, എനിക്ക് ചെവി കേക്കാം. ചെല്ലേ. അപ്പൊ പോട്ടെ. ഇവിടെ പോകാൻ പോടാ. ഇവനത്തെ പൊട്ടനാണോ? ഓ, എന്തോ കുഴപ്പമുണ്ട്. സത്യമ്മ കലിപ്പില്ല. അതെന്താന്നറിയാതെ എങ്ങനെയാ പോകുന്നേ? രാഘവ സാറിന്റെ കഥകളിയും സത്യമ്മയുടെ കീചകഭാവവും കാണുമ്പോ എന്തോ ചീര് നാറുന്നുണ്ട്. സംതിങ് റോങ്. അതറിഞ്ഞിട്ട് തന്നെ പോവാം. ആ, ആശാനാണല്ലോ. ആശാൻ ഇത് എവിടെയാ? മാർക്കറ്റിലോ? മാർക്കറ്റിലാ? സത്യമ്മ പറഞ്ഞു ആശാൻ മധുരക്കിഴങ്ങ് മേടിക്കാൻ പോയിരിക്കണെന്ന്. കിഴങ്ങ് ഞാൻ വല്ലതും വിളിച്ച് പറയും കമല. ഇടാ, ഇന്ന് അമ്മ മുറി പൂട്ടിയിട്ടിരിക്കടാ. ഞാൻ സത്യമോളുടെ ഒപ്പം സ്കൂളിൽ പോയിരിക്കാൻ വേണ്ടിട്ട്. വെറുതെ അല്ല സത്യാമ്മ എന്റെ നേരെ കലിച്ചത്. അല്ല, ഇനിയിപ്പോ എന്ത് ചെയ്യും ആശാനെ? എടാ കമല, ഇന്ന് ഫാദേഴ്സ് ഡേ ആടാ. ഞാൻ പപ്പിക്ക് വാക്ക് കൊടുത്താടാ സത്യയുടെ അച്ഛനായിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലാന്ന്. എടാ, ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും വേണ്ടില്ല, എനിക്ക് സത്യയുടെ സ്കൂളിൽ പോണം. നീ എന്നെ സഹായിച്ചു ഒക്കൂ. ഞാനോ? കുഴഞ്ഞത് തന്നെ. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് ആശാനി പറയുന്നേ? എടാ, നീ എന്തെങ്കിലും പറഞ്ഞ എന്നെ ഒന്ന് പുറത്തേ അടിക്കേ. എടാ, ഞാൻ പപ്പിക്ക് വാക്ക് കൊടുത്ത അതുകൊണ്ടാ. പക്ഷെ എടാ, കുഞ്ഞിന്റെ ആഗ്രഹമാടാ. അത് ഇവിടെയുള്ള വലിയവര് മനസ്സിലാക്കുന്നില്ലല്ലോ ആശാനെ. അച്ഛനെ താക്കോൽ എവിടെ ഇരിക്കുന്ന വല്ല അറിയോ? എടാ, താക്കോൽ അമ്മയുടെ കയ്യിൽ തന്നെ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോ എന്തൊക്കെ താഴെ വെച്ചാൽ ആ താക്കോല് താഴെ വെക്കാൻ യാതൊരു സാധ്യതയും ഇല്ല. ഞാനൊന്ന് ട്രൈ ചെയ്യാം. പക്ഷെ എത്രത്തോളം സംഗതി വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ശ്രമിക്കാം. ആ, ട്രൈ പെട്ടെന്നായിക്കോട്ടെ. എന്തെങ്കിലും ചെയ്യട്ടാ. ശരി. ഈശ്വര കാത്തോളണേ. ജീവൻ പണയം വെച്ച് ഞാൻ സത്യയുടെ മുമ്പിക്ക് ചെല്ലാൻ പോകുന്നേ. കാത്തോളണേ. അയ്യോ, മൈക്ക്.
ഹലോ, പറ സത്യഭാമയ. ആ പണം ഞാൻ അടച്ചതാ. റെസിപ്റ്റ് എന്റെ കയ്യിലുണ്ട്. വിഷ്ണുവിനെ മുകളിൽ മുറി പൂട്ടിട്ടിരിക്കുക. താക്കോലായിരിക്കുന്ന ഇതെടുത്തോണ്ട് പോയി അവനെ പെട്ടെന്ന് തുറന്നു വിട്. ഞാൻ പോയിട്ട് പോ. ഇവൻ ജന്മനാ പൊട്ടനാണോ അതോ പൊട്ടാട്ട് അഭിനയിക്കുവാന്നോ? മൂകാഭിനയം കാണിച്ച് ഞാൻ എടുത്തു. കമല, ദേ വിഷ്ണു കുഞ്ഞ്. അറിഞ്ഞു, താക്കോല് കിട്ടി. ആ അതെ, സത്യമ വരുന്നുണ്ടെന്ന് നോക്കണേ. ആ മറക്കല്ലേ. ആ ആ ആശാനെ, കാര്യങ്ങൾ എങ്ങനെയാ? ഇടാ, അവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഞാൻ ഉടനെ വരിക. അതുവരെ കട്ടിലും മൂടി പൊതിച്ച് കിടന്നോണം. കേട്ടാ? ഞാനാ എന്താ? എനിക്കിത് അത്യാവശ്യം രണ്ടാൾക്കാർ കാണാനുണ്ട്. കൊന്നുകളയും ഞാൻ. ആശാനെ, മക്കളെ തർക്കിച്ചൊക്കെ സമയമില്ലടാ. അതുകൊണ്ട് ഞാൻ 4 പേരൊന്ന് ചോദിക്കണം. അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. ഒന്ന് കേക്കടാ. നല്ല കുട്ടിയല്ലേ? പിന്നെ പുറത്തുനിന്ന് പൂട്ടിനോട് ആരും നിന്റെ ശല്യം ചെയ്യാൻ കയറി വരൂല്ല. കേട്ടാ? ആശാനെ, തീ കൊടുത്ത നടുവിൽ ആശാനെ നിർത്തിട്ട് പോകുന്നത്. ഇതിന് വലിയ തീ കൊണ്ടങ്ങൾ നമ്മൾ തല്ലി കിടത്തിയിട്ടില്ലല്ലേ? പിന്നെ നീ ഒരു കാരണവശാലും ജനൽ ഭാഗത്തേക്ക് മുഖം തിരിച്ചു നോക്കരുത്. അമ്മ നോക്കാൻ സാധ്യതയുണ്ട്, മനസ്സിലായ? വിഷ്ണു കുഞ്ഞ്, വേഗം പൊയ്ക്കോ. ശരി ശരി. ആശാനെ, അതിനെനിക്കും പറയാനുള്ളത്. വേഗം പോയിട്ട് ആശാനെ. ഇട പരിപാടി കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് എത്തും. നീ എന്തിനാ പേടിക്കണേ? എന്തിനാ പേടിക്കണേ? പെട്ടെന്ന് ഞാൻ പോയിട്ട് വരട്ടെ. അച്ഛാ, താക്കോലിട്ടി. താക്കോലോട് വെച്ചിട്ട് നീ വേഗം പോവാൻ നോക്ക്. ഇവിടെ ഞാൻ പോയിട്ട് പോ. സത്യം എങ്ങനെ അറിഞ്ഞ എന്റെ ശവം കൊടുക്കായിരിക്കും. ദൈവമേ കാത്തോളണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.